മഹിമ എവിടെയാ മൂന്ത്? മഹിമേ, മഹിമേ, എന്താ കാര്യം? ആ മഹിമേ, നീ എന്തിനുള്ള പുറപ്പാടാ? ഇവള് ചെയ്തു കൂട്ടുന്നത് വല്ലതും മൂന്തിന് അറിയുന്നുണ്ടോ? ഇവള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കലല്ല എന്റെ ജോലി. അങ്ങനെ അന്വേഷിക്കാതിരുന്ന ഇവള് ചെന്ന് ചാടുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും. അപകടം തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമൊക്കെ ഇവക്കുണ്ട്. അതറിഞ്ഞിട്ടും അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടാവും. അത് വിശ്വസിച്ച് കൂടെ നിൽക്കുക ഞാൻ ചെയ്യുക. ചേച്ചി എന്താ വക്കീലിന് നല്ലൊരു ഭർത്താവാനുള്ള ക്ലാസ് എടുക്കുകയാണോ? അങ്ങനെയാണെങ്കിലേ അത് ആദ്യം എടുക്കേണ്ടത് ഗിരിയേട്ടനാ. മഹിമേ, നിന്നോട് തർക്കിക്കാനല്ല ഞാൻ വന്നത്. ഇവള് ഗോപാൽജിയുടെ വീട്ടിൽ ചെന്ന് അയാളെ ഭീഷണിപ്പെടുത്തി. അയാൾ തുടങ്ങാൻ പോകുന്ന ട്രസ്റ്റില് മോഷണം നടത്തുമെന്ന് പറഞ്ഞു. മുകുന്ദൻ ഇതിനെക്കുറിച്ച് നേരത്തെ അറിയായിരുന്നോ? ഞങ്ങൾ തമ്മിലേ രഹസ്യങ്ങളൊന്നുമില്ല മഞ്ജു. ഇവൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ട് മുകുന്ദൻ എന്താ തടയാത്തത്? മഹിമ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ഞാൻ അവളെ സഹായിക്കുന്നില്ല, എന്നാ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. മൂന്ത, എന്താ ഈ പറയുന്നേ? മോഷണം നടത്താനാണ് ഇവള് പോകുന്നത്. പിടിക്കപ്പെട്ട ഇവള് ജയിലിലായി പോവും. ഇവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കരിയറും ജീവിതവും എല്ലാം അവസാനിക്കും. അത് ഞാൻ പിടിക്കപ്പെട്ടാലല്ലേ? നിനക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടോ? പോലീസുകാർ അത്രയും നിസ്സാരക്കാരാണെന്നാണോ നീ കരുതുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ചേച്ചി ഒരു കാര്യം ചെയ്. അയാൾ ആ ട്രസ്റ്റിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയില്ലേ? അന്തസ്സുണ്ടെങ്കിൽ അവരെ തടഞ്ഞു കാണിക്കും. അതിന് തെളിവ് വേണോ അല്ലേ? കൺമുൻപിൽ കാണുന്ന തെറ്റിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്? നാളെ ഞാൻ ന്യായത്തിന് വേണ്ടി ഗോപാലനെ എതിർക്കുമ്പോ ചേച്ചി അവിടെ ഉണ്ടാവില്ലേ അവന്റെ കാശിന് കാവൽ നിൽക്കാൻ? നിങ്ങളുടെയൊക്കെ മൂക്കിന് താഴെ കൂടെ വന്ന് ഞാൻ എന്റെ ലക്ഷ്യം കാണും. നീ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണോ? ഞങ്ങൾ ഇത്രയും പോലീസുകാരുടെ മുന്നിലൂടെ നീ ആ കാശുമായിട്ട് കടന്നു കളയോ? എന്നാ അതൊന്ന് കാണണമല്ലോ. ആഹാ, എന്നെ വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ഇതേ ആവേശം ഗോപാലനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിരുന്നെങ്കിൽ നന്നായനെ. നിന്നോട് ചേച്ചിയായി സംസാരിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ ഇന്നും നാളെയും ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട എല്ലാ പ്രശ്നവും തീരില്ലേ? നീ പുറത്തുണ്ടെങ്കിലല്ലേ നിനക്ക് മോഷ്ടിക്കാൻ പറ്റൂ. എന്നാലേ ഒരു ചെറിയ കേസ് നിന്റെ പേരിൽ ഫയൽ ചെയ്യാം. വോ ഇവിടെ. എന്താ ഇത്? മാഡം പോലീസാകാൻ തീരുമാനിച്ചല്ലേ ഞാൻ വക്കീലാവും. എന്നെ മുന്നിൽ വെച്ചിട്ട് ഇവൾക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഇവളകത്തിടാന്ന മാഡം പറഞ്ഞത്. അതിനെ എന്തൊക്കെ വകുപ്പാ ചുമത്താൻ പറ്റുന്നതെന്ന് അറിയാവോ? പൂന്ത, ഞാൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവള് മോഷണ കേസിൽ അറസ്റ്റിലാവും. മോഷണം നടക്കട്ടെ, എന്നിട്ട് കേസെടുത്താ പോരെ? അതിനു മുമ്പ് ഇതിനെ നടപടി എടുക്കുന്നേ. നിങ്ങൾ എന്തിനാ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ? ഞാൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗോപാലനെ. അയാളുടെ തോൽവി സ്വന്തം തോൽവിയെ ചേച്ചിക്ക് കാണേണ്ടി വരുന്നെങ്കിൽ ചേച്ചി നിൽക്കുന്നത് തെറ്റ് ചെയ്യുന്നവരുടെ ഭാഗത്താണെന്ന് ഉറപ്പിച്ചൂടെ? മഹിമേ, മോളെ ഞാൻ നമ്മൾ തമ്മിൽ ഇനി ഒരു സംസാരം വേണ്ട. എനിക്ക് നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതാ. കുറെ പണികളുണ്ടല്ലോ. മഹിമേ, മൂന്തനൊരു വക്കീലല്ലേ? അവള് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ? അവളെ ഒന്ന് തടയൂ പ്ലീസ്. ശരിയെന്ന് തോന്നുന്നു ചെയ്യാൻ മഞ്ജുന് സ്വാതന്ത്ര്യമുള്ള പോലെ അവക്കുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ ന്യായം ഇപ്പൊ അവളുടെ ഭാഗത്താണ്.